നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് 1 ഇയർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടും ഈ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിഫ്റ്റിയാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചാർട്ട് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്കുകൾ, സ്വിംഗ് ട്രേഡിങ്ങിന്, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ ഏതിനും യൂസ്ഫുള്ളാണ്. കൃത്യമായിട്ടുള്ളൊരു എൻട്രി എക്സിറ്റ് അറിയാനായിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിനുശേഷം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ലെവൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. എന്ത് സപ്പോർട്ടിനും തയ്യാറാണ്. പിന്നെ പറയാനുള്ളത്, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഒക്കെ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ ഒരു ട്രേഡറായി, ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ. അല്ലാതെ ഒന്നും അറിയാതെ വരുന്ന ആൾക്കാർ ഒരു ഓപ്ഷൻ ട്രേഡർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ വളരെ ക്വിക്കായിട്ട്, വലിയ ഈ പറഞ്ഞ പോലെ ഞാൻ വലിയ കോഴ്സൊന്നും പഠിക്കാത്ത കാരണം വലിയ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ഓപ്ഷൻ ബയർ തട്ടുകേടില്ലാതെ പിടിച്ചു പോകാനായിട്ട് എന്തൊക്കെ ചെയ്യണം എല്ലാം ഈ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഞാൻ പഠിക്കുന്ന സ്ട്രാറ്റജി അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും എല്ലാ വീഡിയോസും. അല്ലാതെ വരില്ല. കാരണം ഞാൻ പഠിച്ച വഴി അല്ലെങ്കിൽ ഞാൻ വന്ന വഴി എൻ്റെ ചാർട്ട് വെച്ചിട്ടല്ലേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള വീഡിയോ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ചാർട്ട് റീഡിംഗ് ആണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കും. പബ്ലിക് ടെലഗ്രാം ചാനലിലെ വ്യൂസും പോസ്റ്റൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കേട്ടോ. കാരണം ഇത് പഠിക്കണം, പഠിച്ചേ പറ്റൂ, ഇത് പഠിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് നമുക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അതേപോലെ തന്നെ PNL കണ്ടിട്ട് ആരും ഇത് പഠിക്കാനായിട്ട് വരണം എന്നുള്ളതില്ല, അതൊരു റിക്വസ്റ്റാണ്. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അവനവൻ്റെ മൈൻഡ് സെറ്റ് ഓക്കെ. ഇപ്പം എൻ്റെ PNL കണ്ടിട്ട് പലരും ഫെയിലായ ആളുകളുണ്ട്. അല്ലെങ്കിൽ PNL അല്ല, എൻ്റെ വ്യൂ കണ്ടിട്ട് പഠിച്ചിട്ട് ഫെയിലായ ആളുകളും ഉണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു സ്കൂളിൽ 45 സ്റ്റുഡൻ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും പാസ്സാവണമെന്നില്ലല്ലോ. പണ്ടൊക്കെ ഫെയിലാവുന്ന ആൾക്കാരില്ലേ. അപ്പോൾ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിനെ, അവരെങ്ങനെ ഇതിൽ ഡിസിപ്ലിൻ ആവുന്നു, സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരാളുടെ വിജയവും പരാജയവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് പോവാം. അപ്പോൾ സമയം 9:07 ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അനലൈസിങ്ങിലേക്ക് കിടക്കാം. മാർക്കറ്റ് 37 പോയിൻ്റ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു ചെറിയൊരു അപ്പ് മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നിഫ്റ്റിയിൽ വ്യൂ പറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് അപ്പിലേക്ക് പോകാൻ കിടപ്പുണ്ട് എന്നാണ് നമ്മൾ ഓൾറെഡി ഇന്നലെ മെൻഷൻ ചെയ്തിട്ടാണ് വീഡിയോ കൺക്ലൂഡ് ചെയ്തത്. കൺക്ലൂഡ് എന്ന് പറഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അനലൈസ് പ്രകാരം മാർക്കറ്റ് ഇപ്പോൾ 37.75 പോയിൻ്റാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് 22,223 പ്ലസ് 37 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റാണ് ഈ 22,260. 22,260 17 പോയിൻ്റ് കൂടെ ഉണ്ട്. 22,277 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റാണ്. അപ്പോൾ ഒരു ഹൈ ഒരു ലോ ബ്രേക്ക് ചെയ്തു. അടുത്ത ഹൈ എന്ന് പറയുന്നത് 22,327 അപ്പോൾ 22,277 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ മാർക്കറ്റിൻ്റെ മൂവ് 22,327 അവിടെ നിന്നും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഏകദേശം അപ്രോക്സിമേറ്റ് ഫുൾ ടിപ്പ് കിട്ടിയില്ലെങ്കിലും 22,363 അവിടെ നിന്നുള്ളൊരു മൂവ് മാർക്കറ്റിൽ മൂവ് ചെയ്യണത്. അപ്പോൾ നേരെ മറിച്ച് 22,200
77 ബ്രേക്ക് ചെയ്തില്ല, അവിടെ നിന്ന് സഡൻ റിവേഴ്സ് ആണെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് ഫാളാവും. നിലവിൽ 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും ചെറിയ പോയിന്റ് ആണെങ്കിലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. ഇവിടെ 30 മിനിറ്റിലും ഒരു ഡൗൺ സൈഡിലേക്കുള്ള ആരോ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഈ ഓപ്പൺ സ്പേസിൽ പ്രീവിയസ് ആയിട്ടുള്ള 30, അതായത് 7 ചൊവ്വാഴ്ച, 8 ബുധനാഴ്ച, ചൊവ്വയും ബുധനും കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിലുള്ള കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ അത് ടാലി ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്ത ആ ഒരു ബേസിലാണ് ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് 3 ഗ്രീൻ വന്നിട്ടുണ്ട്, അവിടെ നല്ലൊരു റെസിസ്റ്റൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ആ 30 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ആണ് 22,363. അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഇവിടെ തന്നെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് മേ ബി മാർക്കറ്റ് ഈ RSI ഗ്രീനിലേക്ക് കയറുന്നതനുസരിച്ചിട്ട് ഇത് താഴത്തേക്ക് ഫാളായിട്ട് 22,167 മാർക്കറ്റ് ഈവനിങ് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഫസ്റ്റ് അനലൈസ്, അതായത് ഫസ്റ്റ് പ്ലാൻ. അത് വർക്കൗട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? 22,363 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 22,508 പോകും. അപ്പോൾ നമ്മുടെ പ്രീ പ്ലാന്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 22,223 പ്ലസ് ഒരു 230 പോയിന്റ് അപ്പ് കാണിച്ചാൽ 22,453. 22,453 എന്തെങ്കിലും ഉണ്ടോ? 22,426, 457 ഒരു ലൈൻ ഉണ്ട്. ഇവിടെ ഒരു ടിപ്പ് ഉണ്ട്. ആ ടിപ്പ് ഒക്കെ ലെവൽ ചെയ്താക്കണം. അപ്പോൾ 22 ഈ ഒരു വെള്ള ഡോട്ട്, അതായത് 22,467 ഒരു ലൈൻ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടൊരു മൂവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കണക്കും പ്രകാരം അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം പോകാനുള്ള ഒരു ഏരിയയും വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഏരിയയും 22,474 എന്ന് പറഞ്ഞ ലെവലാണ്. 22,474, 22,508 കൂട്ടാം, ടിപ്പ് ചെയ്തിട്ട് താഴത്തോട്ടൊക്കെ വരാം. അതാണ് പിന്നെ നമ്മുടെ സെക്കൻഡ് പ്ലാൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ. പിന്നെ തേർഡ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ 22,223 മൈനസ് 230, 21,900, അപ്പോൾ 22,000, 21,994. അപ്പോൾ ഇവിടെ നിന്നൊരു ഫാള് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 100 താഴത്തോട്ട് 21,994 വരുന്നത്. അപ്പോൾ RSI മെജോറിറ്റി ഒരു പി സൈഡിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. 15 മിനിറ്റ്സ് ഓൾറെഡി കൺവേർട്ടായിട്ട് നിൽക്കുകയാണ്. 5 മിനിറ്റ് മാത്രമാണ് അപ്പിലേക്കുള്ള ഒരു മൂവ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കുന്നത്. 3 മിനിറ്റിലും അപ്പിലേക്കാണ് ആദ്യത്തെ മൂവ്മെൻറ്റ്, രാവിലത്തെ മൂവ്മെൻറ്റ്. 2 മിനിറ്റിലും അപ്പിലേക്കാണ് ആദ്യത്തെ മൂവ്മെൻറ്റ്. ഈവൻ 1 മിനിറ്റിലും മാർക്കറ്റ് രാവിലെ അപ്പിലേക്കാണ് മൂവ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മുകളിലേക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കുറച്ച് സി പോട്ടെ, എന്നിട്ട് നമുക്ക് പിയിലേക്ക്. കാരണം ഇവിടെ ഒരു പിൻബാർ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ കുറച്ച് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ടേ പിന്നെ താഴത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് 37 പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ 22,255 OA വെച്ചിട്ട് നോക്കുകയാണെങ്കിലും 22,298 ആദ്യത്തെ റിജക്ഷൻ, അത് കഴിഞ്ഞാലാണ് മുകളിലേക്ക് പോകത്തുള്ളൂ. താഴത്തേക്ക് 22,000 നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെ നല്ല ഫാളുണ്ടായ കണ്ടിന്യൂഷൻ ഇങ്ങോട്ട് പോരും, 22,000 പോരും. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 22,500 മേജറായിട്ടുള്ള രണ്ട് ലൈൻസാണ് ഈ കാണുന്നത്, 22,500ഉം 22,000. നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ താൽക്കാലികമായിട്ട് രാവിലെ സിയിൽ തന്നെ താൽക്കാലികം, ഇപ്പോൾ ആവറേജിങ് കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള എടുക്കണം. ശരിക്കും ഡെൽറ്റ വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ 257 ആണ്. 257 എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് വരും. 257 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 6,425 ഉള്ളൂ. സിംഗിൾ ലോട്ടിലാണല്ലോ ആവറേജിങ് ചെയ്യുന്നത്.
നമുക്ക് ഡെൽറ്റ വാല്യൂ അല്ലെങ്കിൽ ആവറേജിങ് എന്നുള്ള കണ്ടീഷനിൽ സി കുറച്ച് ദൂരം എന്തായാലും പോകുള്ളൂ. അപ്പോൾ 177ൻ്റെ സി സെലക്ട് ചെയ്യാം. പിയിലാണെന്നുണ്ടെങ്കിൽ 22,500ൻ്റെ പി നമുക്ക് സെലക്ട് ചെയ്യാം. ആവറേജിങ് കണ്ടീഷനിലാണെങ്കിൽ കുറച്ച് ഡെൽറ്റ വാല്യൂ കൂടുതലുള്ള വേണം. അപ്പോൾ 22,500, 22,100 ഓപ്പണായി. 22 22,100 22,200ൻ്റെ സി നോക്കാം. 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് വരാൻ പോകുന്നൊരു അപ്പ് 149ആണ്. പിയുടെ കേസിൽ 22 ചേഞ്ച് ചെയ്ത് നോക്കാം. 22,450ൻ്റെ നോക്കാം. ഇപ്പോൾ SMA ടച്ച് ചെയ്യാനുണ്ട്, 236 ടച്ച് ചെയ്യാനുണ്ട്. 2 മിനിറ്റിൽ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഒരു 230ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പോകുന്ന 236ലേക്കായിരിക്കും. കാരണം അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ നിൽപ്പുണ്ട്. സിയിലും ഗ്രീനാണ്, പിയിലും ഗ്രീനാണ്. സാധാരണ രണ്ടിലും ഒരെണ്ണമെങ്കിൽ റെഡ് ഒരെണ്ണമെങ്കിൽ ഗ്രീൻ വരണ്ട. ഇത് രണ്ടിലും മാർക്കറ്റ് ഗ്രീനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഏത് എടുക്കണം എന്നുള്ള ആലോചനയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നൂറ്റി 130 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 132ലേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. അത് 149 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം RSI സിയിലേക്കാണ് പ്രിഫർ ചെയ്ത് നിൽക്കുന്നത്. അപ്പം അതിനിടക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമ്പോൾ എന്താവണം? ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 225 തൊട്ട് 236 വരെയുള്ള മൂവ്മെൻറ്റ് കിട്ടും. നൂറ്റി 130 ബ്രേക്ക് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് 149ലേക്കോ 130 ഈ ഒരു ടിപ്പ് ബേസ് ചെയ്തിട്ടോ, അതായത് 132 നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. നല്ല ബ്രേക്കൗട്ടിനുള്ള ചാൻസ് ഉണ്ട്. നല്ല വോളിയത്തോടു കൂടി ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 149 വരെ 19 പോയിന്റ് ഈസി ആയിട്ട് കിട്ടും. നൂറ്റി 32 ബ്രേക്ക് ചെയ്ത് പോകണം. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിയിൽ താഴത്തേക്കുള്ളൊരു വലിവ് വരും. അതിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും ചിലപ്പോൾ ബ്രേക്ക് ചെയ്യണം. അതാണ് നമ്മൾ 130 ബ്രേക്ക് ചെയ്താൽ 132 കൂടെ ബ്രേക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ റീസൺ. കാരണം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ടിപ്പിലാണ് പോയി കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് 130 തൊട്ട് 132 വരെ പറഞ്ഞത്. ഇനി ബ്രേക്ക് ചെയ്താൽ 132 ബ്രേക്ക് ചെയ്താൽ 135ആണ് ഒരു ബ്രേക്കിംഗ് പൊസിഷനിലേക്ക്. അപ്പോൾ അവിടെ എന്താണ്, ചിലപ്പോൾ താഴത്തേക്ക് സിയിൽ സപ്പോർട്ട് എടുക്കാൻ നല്ല രീതിയിൽ താഴത്തേക്ക് ഒരു വലിവ് വരും. ആ വലിവ് എന്ത് ചെയ്യും? പിയിൽ 225 ബ്രേക്ക് ചെയ്താൽ 235 വരെയുള്ള 10 പോയിന്റ് കിട്ടും.
കാരണം ഇവിടെ മുട്ടണം. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ 221.20. അപ്പോൾ ഈ ടിപ്പിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഓരോ ടിപ്പും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ഇപ്പോൾ തികച്ചും സിയിൽ തന്നെയാണ്. മാർക്കറ്റ് RSI കൺഫർമേഷനിൽ നിൽക്കുന്ന സിയിൽ തന്നെയാണ്. അപ്പോൾ ഒരു തവണ കൂടെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ 135 മുതൽ ശരിക്കും സേഫായിട്ടുള്ള 135 to 149 ആണ്. അപ്പോൾ അതിനു മുമ്പേ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ 135 പോയാലും നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. ഓപ്പൺ 129.75, ഹൈ 129.75. അതിൻ്റെ ഹൈ ഓൾറെഡി ടച്ച് ആയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പി അവിടെ അങ്ങനെ നിൽക്കട്ടെ, സിയിൽ സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം. സി 22,100 പിടിക്കാം. അപ്പോൾ 201 ബ്രേക്ക് ചെയ്താൽ 205 ബ്രേക്ക് ചെയ്താൽ 210 അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 220 മാർക്കറ്റ് മൂവ് ചെയ്യും. പിയിൽ 225, ഒരു 222 ബ്രേക്ക് ചെയ്താൽ 225. അപ്പോൾ അങ്ങനെയാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് 235 241 കോൺസെൻട്രേഷൻ ചെയ്യാം. എന്തായാലും വീഡിയോ ലെങ്തി ആക്കുന്നില്ല. 201 ബ്രേക്ക് ചെയ്താൽ 205, അവിടെയും ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റ് 221 അപ്പോൾ ഒരു 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 225, 222, 23, 25 ബ്രേക്ക് ചെയ്താൽ 235, 241 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ ഒരു ക്രോസ് ഓവർ പോലെ ഏകദേശമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വൺ ക്ലിക്ക് മെത്തേഡ് റെഡ് മുകളിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള റെഡ് ആണോ പിയിൽ വരുന്നതെന്ന് നമുക്ക് നോക്കണം. പിയിലേക്ക് കർവ് വരുന്നുള്ളൂ, കൺഫർമേഷൻ ആയിട്ടില്ല. ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ സിയിൽ 205, 205 ബ്രേക്ക് ചെയ്താൽ 221.
ബോക്സിന് പുറത്ത് പോകാതെ ഒരു പരിപാടി നടക്കുകയില്ല. ഇത് 210 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇത് 200 ബ്രേക്ക് ചെയ്ത് 205 മുതൽ 221 വരെ. ഇവിടെ 223 225 ബ്രേക്ക് ചെയ്താൽ 234 വരെ. സേഫായിട്ടുള്ള പരിപാടി എന്ന് നോക്കുന്നുള്ളൂ. അവിടെ ഒരു ബൈ ടെക്നിക്കലി എന്തോ വിഷയം വന്നിട്ടുണ്ട്, ഒരു ബൈ മിസ്സായി പോയി. അത് നന്നായി. ചിലപ്പോൾ നമ്മൾ പറയില്ല ഉർവശി ശാപം ഉപകാരമാണെന്ന് പറയില്ലേ, അത് ഓർഡർ എക്സിക്യൂട്ടീവ് ആയതുമില്ല, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പോയതുമില്ല. അതേതായാലും നന്നായി എന്ന് വേണം കരുതാൻ. നന്നായോ ചീത്തയായോ എനിവേ ഇത് ക്രോസ് ഓവർ ആവാതെ നമ്മൾ പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ താഴത്തോട്ട് വന്നാൽ താഴത്തോട്ട് ഹിറ്റാവും. ഇവിടെ 223 233 10 പോയിൻ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം പോയി ഹിറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ 231 225 8 പോയിൻ്റ് അടുത്തേ താൽക്കാലികമായിട്ട് കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ആ ഒരു ക്യാൻഡിലിൻ്റെ മൂവ് മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ലെഫ്റ്റ് സൈഡ് സിയിൽ 183 അടുത്തേക്ക്, അത് താഴത്തോട്ട് വന്നാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിയിലേക്ക് മാർക്കറ്റ് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇരുന്നൂറ്റി 25 ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല, പോകാതിരിക്കില്ല. റെഡൊക്കെ ആൾക്കാരെ പേടിപ്പിക്കുന്ന റെഡുകളാണ്. ഈ റെഡ് കാണുമ്പോൾ എന്ത് ചെയ്യും? മജോറിറ്റി ആളുകളും റെഡാണ്, എൻട്രി കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അത് താഴത്തോട്ട് വന്നിട്ട് 210 സപ്പോർട്ട് എടുക്കും. 210 സപ്പോർട്ട് എടുത്താലും നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല. ഇപ്പോൾ ക്രോസ് ഓവറായി, ബട്ട് സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഗ്രീനിലേക്ക് മാർക്കറ്റ് ഫോളോ അപ്പ് ആയിട്ടില്ല. അപ്പോൾ 200 അഗെയിൻ ഇവിടെ ബ്രേക്ക് ചെയ്താൽ 210ലേക്ക്, 200 ബ്രേക്ക് ചെയ്താൽ 210ലേക്ക്, ഇത് താഴത്തേക്ക് വന്നാൽ 199ലേക്ക്. നമുക്ക് എവിടെയാണെങ്കിലും 10 പോയിന്റ് കിട്ടിയാൽ മതി.
ഇത് ഇന്നലത്തെ പോലെ തന്നെയാണ് മാർക്കറ്റ് രാവിലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ഇനി എൻട്രി എടുക്കാതിരുന്നാൽ ശരിയാവില്ല. RSI ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. ക്രോസ് ഓവർ വന്നിട്ട് വീണ്ടും അത് നിവർന്ന് നിൽക്കുകയാണ്. ആളെ പറ്റിക്കുകയാണ്. ഈ 200-ന് മേലെ പുറത്തോട്ട് പോകുന്നില്ല സാധനം. ചെയ്യാൻ പറ്റുന്നത് ഇവിടെ 200-ലെടുത്താൽ 210-ലെടുത്താൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് 205 സ്റ്റോപ്പ് ലോസ്. പി കയറി വരുന്നുണ്ട്. താഴത്തോട്ട് പോകണത് അത്ര വലിയ സുഖമുള്ള റെഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 227. കാരണം മെജോറിറ്റി ആൾക്കാരെ കൊണ്ടും അത് വിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. എന്നിട്ട് എന്ത് ചെയ്യും? നേരെ 208 ഹിറ്റ് ചെയ്ത് 228 ഹിറ്റ് ചെയ്ത് സാധനം 241 ഇട്ട് പോകും ഇപ്പോൾ. അപ്പോൾ ആ റെഡ് കണ്ടപ്പോൾ പല ആൾക്കാരും പേടിച്ച്. ആ മഞ്ഞ ലൈൻ എന്തായാലും മുട്ടണമല്ലോ. ഇതിപ്പോൾ ഡെഫിനറ്റ്ലി എന്തായാലും 228 മുട്ടായിരിക്കാൻ പറ്റിയല്ല. ഗ്രീനിലേക്ക് RSI കയറുന്നുണ്ട് 228. അതാണ് ഈ റെഡ് വന്നപ്പോഴത്തേക്കും ഇത് മറ്റുള്ളവരെ സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കാനുള്ള റെഡാണ്. അത് നേരെ ചെന്ന് കറക്റ്റായിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. മാസീവായിട്ടുള്ള പ്രോഫിറ്റുകളൊന്നും കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. 17-ഉം 10-ഉം 27, 10 പോയിന്റ്. കാരണം ഈ ഗ്രീൻ കണ്ടു തുടങ്ങിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഹൈ വോളിയത്തോടു കൂടിയാണ് കയറുന്നത്. ഈ സെൻട്രൽ ലൈൻ 217 ബ്രേക്ക് ചെയ്തപ്പോഴാണ് എൻട്രി പോസിബിൾ ആയത്. ഇപ്പോൾ 218-ഉം 10-ഉം 228, 10 പോയിന്റ് ഈസി ആയിട്ട്. കാരണം ഇത് മുട്ടും എന്നുള്ള കാര്യങ്ങൾ അറിയാം. ഇവിടെ അതിനനുസരിച്ചുള്ള കൺഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 200 ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വന്നിട്ടുമുണ്ട്. ഈ കറക്റ്റ് ബ്ലൂ ലൈൻ്റെ ലോവിലാണ് വന്ന് ഇടിച്ച് നിൽക്കുന്നത്, ഈ യെല്ലോ ലൈൻ്റെ. അപ്പോൾ 10 പോയിന്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി 228 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 241 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ശരിക്കും ആ സമയത്ത് ഓർഡർ ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻട്രി എടുത്താലും താഴത്തോട്ട് വരുമ്പോൾ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തിരുന്നാലും ഇപ്പോൾ ഏകദേശം ഒരു 10-35 പോയിന്റ് ഈസി ആയിട്ട് കിട്ടിയേനെ. കാരണം നമ്മൾ സ്ഥിരം രാവിലെ കാണുന്ന കേസുകളാണ്. ഈ ഒരു യെല്ലോ ലൈനിൽ മുട്ടിയിട്ടേ മാർക്കറ്റ് രാവിലെ മെജോറിറ്റി മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. അത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അവിടെ നിന്ന് പിൻബാർ അനുസരിച്ച് റെഡ് താഴത്തോട്ട് വന്നപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതിയതാണ് അത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ്. ആ റെഡ് കാണുമ്പോൾ ആൾക്കാർ പേടിച്ച് താഴത്തോട്ട് പോകും. പക്ഷെ നമുക്കത് അത്ര വലിയ ഒരു റെഡായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരം ഈ ഒരു ചാർട്ട് റീഡ് ചെയ്ത് സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ട് റീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു താൽക്കാലികമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. മെജോറിറ്റി മാർക്കറ്റ് പി ഇട്ടാണ് നിൽക്കുന്നതെന്ന് ഓൾറെഡി നമ്മൾ രാവിലെ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരം RSI ഒന്ന് ഡൈവർജൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്, അതായത് CL RSI ഡൈവർജൻസ് വേണ്ടി വരാൻ വേണ്ടിയിട്ടാണ് അവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ആയത്. കാരണം പ്രൈസ് ഡൗണിലേക്ക് പോകാൻ നിൽക്കുന്നു, RSI മേളിലോട്ട് നിൽക്കുന്നു. അപ്പോൾ രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്താ ചെയ്യണേ? പ്രൈസിനാണ് മുൻതൂക്കം, പുള്ളിക്കാണ് വാല്യൂ കൂടുതൽ. അപ്പോൾ RSI പറയുന്നു ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ മുകളിലേക്കല്ലേ പോകുന്നത്, എനിക്കിപ്പോൾ പെട്ടെന്ന് താഴത്തോട്ട് വരാൻ പറ്റില്ല, എനിക്ക് 0 to 100 വരെ എന്തായാലും മൂവ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നീ കുറേ നേരം അവിടെ താളം തല്ലി നിൽക്ക്, ഞാൻ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരാം, അറ്റത്ത് പോയി ടച്ച് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാം എന്നാണ് RSIയും പ്രൈസ് ലൈനും കൂടെ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് മെജോറിറ്റി കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അതായത് കറക്റ്റായിട്ട് ആ ടിപ്പിൽ വന്ന് രണ്ടാമത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. RSI ക്രോസ് ഓവർ താഴത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട്
225 എഗെയിൻ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് ഹൈയും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 241 പോകും. 15 മിനിറ്റ്സിൽ എന്താണ് അവസ്ഥ? ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 22,227 നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. വൈറ്റ് ഡോട്ടിൽ ഗ്രീൻ ലൈനും ഉണ്ട്, റെഡ് ലൈനും ഉണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ്സിൽ RSI മുകളിലേക്കാണ് നിൽക്കുന്നത്. ഏതിലാ? പിയിൽ മാർക്കറ്റ് മുകളിലേക്കാണ് നിൽക്കുന്നത്. 30 മിനിറ്റിലും RSI ഒരു ക്രോസ് ഓവറിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് SMA ഒക്കെ മുകളിൽ നിൽപ്പുണ്ട്. 240 ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആവറേജിങ്ങിൻ്റെ പരിപാടി എന്താണെന്ന് നോക്കാം. നമുക്ക് പിയിൽ ഒരു ബൈ കൊടുക്കാം. സിംഗിൾ ലോട്ടിൽ നമുക്കൊരു ബൈ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. 10 പോയിൻ്റ് എടുത്തിട്ട് മാറി നിൽക്കുകയാണ്. ഇത് എന്താണ് ഇതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. അവിടെ കിടക്കട്ടെ. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ അടുത്ത ആവറേജ് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 196. അപ്പോൾ ഇത് മാക്സിമം 1 മണിക്കൂറുള്ള വീഡിയോ ഉണ്ടാവുള്ളൂ. വീഡിയോ ഞാൻ പോസ് ചെയ്യാണ്. നമ്മൾ ഇനി ആവറേജ് ചെയ്യുകയാണെങ്കിൽ 196 ആവറേജ് ചെയ്യത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സിൻ്റെ ക്രോസ് ഓവറിലായിരിക്കും നമ്മളുടെ എക്സിറ്റ് പോയിൻ്റ്. അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ കൺസോൾട്ടേഷൻ സോൺ എന്ന് പറഞ്ഞാൽ 235-40 വരെയൊക്കെ മാർക്കറ്റ് പോവാം. 237 കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ സോൺ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ മെജോറിറ്റി ടാർഗറ്റ് എന്ന് പറയുന്നത്. 249 ഒരു ട്രിഗർ പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി 110-126 ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ ഇന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. സിംഗിൾ ലോട്ടിലാണെങ്കിൽ 100 പോയിൻ്റ് കിട്ടിയ 2500. 221-10 331 100 പോയിൻ്റ് റൈഡാണ് ഉദ്ദേശിക്കുന്നത് 330 വരെ. അപ്പം അത് അങ്ങനെ നിൽക്കട്ടെ. നമ്മൾ ഇപ്പോൾ പുതിയ ഒരു സ്ട്രാറ്റജി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റാണ്, ലൈവ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു 10 ലോട്ട് എടുക്കാനുണ്ടെങ്കിൽ പണ്ടത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് 10 ലോട്ട് എന്ന് പറഞ്ഞാൽ 1 പോയിൻറ്റിന് 50 രൂപ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ 10 ലോട്ട് എന്ന് പറഞ്ഞാൽ 20 ലോട്ടിൻ്റെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇന്നലെ എടുത്തിട്ടാണെങ്കിലും ചെറിയൊരു ലോ വന്നിട്ടുണ്ട്. ഇന്നത്തെ കണ്ടീഷനിലാണ് മാർക്കറ്റ് ഹൈയിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് എവിടെ ക്രോസ് ഓവർ ആവുന്നോ അവിടെ എന്ത് നഷ്ടമാണെങ്കിലും നമ്മൾ സഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് വരുന്നതനുസരിച്ചിട്ട് നമുക്ക് 1, 2, 4, 8 അതായത് 8, 4, 12, 2, 14, 1, 15 ലോട്ടാണ് ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എടുക്കാനാണ് ആവറേജിങ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് വരുമ്പോൾ ഇപ്പോൾ മാക്സിമം ഇറങ്ങാനും നോക്കണം. ഇപ്പോൾ മാർക്കറ്റ് 337 ഡൗണിലേക്കാണ് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയതിന് ശേഷം. കാരണം താഴത്തോട്ട് വന്നാൽ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങളില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് സംഭവിക്കാനില്ല. ഇവിടെ ആ ഒരു ചെറിയൊരു കർവ് പോലെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഫൈവ് മിനിറ്റിൽ ഒരു RSI 15 ബ്രേക്കിംഗ്, അതായത് ഹൈ ബ്രേക്കിംഗ് പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ അവിടെ ഹെഡ്ജ് ചെയ്യാം. നോക്കി എന്ത് മൂവ് ഉണ്ടായെന്ന് നോക്കിയേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത് ലോക്ക് ചെയ്യണം. ഇത് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 200 ബ്രേക്ക് ചെയ്ത് പോയിക്കുമ്പോഴും നമുക്കൊരു വൺ ബൈ അവിടെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. അത് 210
ഉദാഹരണത്തിന് ഇപ്പോൾ 265-ലാണ് നമ്മുടെ അപ്പുറത്തെ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ ലോവിലേക്ക് പോണ ആ ക്യാൻഡിലിൻ്റെ ഇത് നമുക്ക് സിയിൽ പ്രോഫിറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ ലോട്ട് സൈസ് എടുക്കാനുള്ള ഫണ്ട് ഉള്ളത് കൂടെ ഒരെണ്ണത്തിൽ ലോക്ക് ചെയ്തിട്ടിട്ട് കാര്യമില്ല. ഇരുന്നൂറ് ബ്രേക്ക് ചെയ്താൽ 210 221-ലേക്കാണ് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കവിടെ ഹെഡ്ജ് ചെയ്തിടാം. ഹെഡ്ജ് ചെയ്തിടുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കിടന്നോളും. അവിടെ ഹെഡ്ജ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 337 മൈനസ് ഇവിടെ 16 രൂപ പ്രോഫിറ്റ്. അപ്പോൾ 1 മിനിറ്റിൽ RSI മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മൂവപ്പ് വരുന്നത്. നമ്മുടെ ടാർഗറ്റ് ഇപ്പോൾ ഒരു 1000 റുപ്പീസ് ആവറേജ്, അല്ലെങ്കിൽ 2500 ആ രീതിയിൽ നമ്മൾ എന്തായാലും ഇത് അടുത്ത കർവ് അല്ലെങ്കിൽ ഇത് എക്സിറ്റ് ആകുമ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. ഇപ്പം എന്തായി, 320 രൂപ സിയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ടാർഗറ്റ് 221 ആണ്. അടുത്ത 15 മിനിറ്റ്സ് തീരാനായിട്ട് 6 മിനിറ്റ് കൂടെ ഉണ്ട്. ആ സമയത്ത് ഇവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്യും. അവിടെ ഒരു പിൻ ബാർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് 221 ഹിറ്റ് ചെയ്യണം. അവിടെ നമ്മൾ 490 രൂപക്ക് അത് ലോക്ക് ചെയ്തു. 490 രൂപക്ക് അത് ലോക്ക് ചെയ്തപ്പോഴത്തേക്കും അത് ഇനിയും പോകും, പോകാതിരിക്കാം. നമ്മുടെ ടാർഗറ്റ് ഈ ഒരു റേഞ്ചിലാണ്. അപ്പോൾ എന്താ പറ്റണേ, ഇവിടെ ഈ പറഞ്ഞ പോലെ രണ്ട് രീതിയിൽ, ഒന്ന് ഇവിടെ എടുത്തു, അത് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ല, അതൊന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഇവിടെ എടുത്താൽ 400 500 20 പോയിന്റ് ഇവിടെ കിട്ടും. അപ്പോൾ പല രീതിയിൽ മെത്തേഡിൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് ഇവിടെ കാണുന്നത്. വെയിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ടിൽ ഓപ്പർച്യൂണിറ്റി, ഇവിടെ 1 മിനിറ്റ് ക്രോസ് ഓവർ നമ്മളിവിടെ എൻട്രി എടുത്തു. അത് കറക്റ്റായിട്ട് എത്ര, 205 മുതൽ 221 വരെ, അത് കുറച്ചുകൂടെ നേരത്തെയുള്ള എൻട്രിയാണ്. നമ്മുടെ 197 എന്നുള്ള എൻട്രിയാണ് ഈ ബാം വരെ പോയത് 1 മിനിറ്റ് നോക്കിയിട്ട്. അപ്പോൾ എന്താണ്, ഇത് വിറ്റിട്ട് ഇതെടുത്തിരുന്നെങ്കിൽ ഇത് നല്ല പ്രോഫിറ്റ് ആയേനെ. ഇത് ആവറേജ് ചെയ്തുകൊണ്ട് ഇതെടുത്തപ്പോൾ എന്തായി, ഇവിടെ 750 എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് പറ്റി, ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് എടുത്തത് ഹെഡ്ജ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യാവുന്ന മെത്തഡോളജി ഒരുപാടുണ്ട്, ഇഷ്ടംപോലെ മെത്തേഡുകളുണ്ട്. അത് ഏത് യൂസ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മളുടെ പ്രോഫിറ്റ് പറയണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇത് ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ചെയ്തിട്ട് ഇതെടുക്കും, RSI ബേസ് ചെയ്ത് നോക്കിയിട്ട്. അപ്പം ഇതെന്താണ് അവസ്ഥയെന്നൊന്ന് നോക്കട്ടെ.
ഇനിയും പോയാൽ വല്ലയിടത്തൊക്കെ പോകാനുണ്ടോ എന്ന് നോക്കണമല്ലോ. നമ്മളുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ ഹെഡ്ജിങ് ആയതുകൊണ്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. അത് 15 മിനിറ്റ്സിൽ ലോക്ക് ചെയ്യുമ്പോൾ 215 ആ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കുറച്ചും കൂടെ വരാനുണ്ടല്ലോ, ഒരു 233 വരെ വരാനുണ്ടോ എന്ന് നോക്കണം. കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ എന്താണ് അവസ്ഥ 5 മിനിറ്റിൽ? ഇനിയിപ്പോൾ ഇവിടെ 5 മിനിറ്റിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ഒരു 500 രൂപ നമുക്ക് അപ്പുറത്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 100 രൂപയുടെ വ്യത്യാസം ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ. അപ്പോൾ ഇവിടെ ഒരു 2 ലോട്ട് നമുക്ക് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മുടെ എൻട്രി 200ലേക്ക് ഷിഫ്റ്റ് ഔട്ടായി. കാരണം ഇവിടെ വീണ്ടും ഒരു റീകർവ് വരുന്നുണ്ട്, ഇൻസൈഡ് ബാർ ക്യാൻഡിൽ പോലെ ഫോം ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 200ലേക്ക് എത്തുമ്പോൾ എന്തായി? ഇത് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് അപ്പുറത്ത് കിട്ടിയ 500 രൂപ പ്രോഫിറ്റാണ്. ഇത് ഇനിയും താഴത്തേക്ക് പോയാൽ എന്ത് ചെയ്യും? നമ്മൾ താഴത്തുനിന്ന് വീണ്ടും കൂടെ 4 ലോട്ട് ഇട്ടിട്ട് നമ്മൾ ആവറേജ് ചെയ്യും. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റിന് വരുന്നതാണ്. ഇത് എവിടം വരെ വരണം? മാക്സിമം പോയാൽ 205 വരെ റീടെസ്റ്റിന് വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് 808 എവിടെ എത്തി? 221, 225. ഇപ്പോൾ 1225 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒന്നും കൂടെ അങ്ങോട്ട് ടിപ്പ് ചെയ്യണം. 225 ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ലൈൻസിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ 42 മിനിറ്റ് ഉണ്ടായി. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന ഡിസിപ്ലിനായിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 221 എക്സിറ്റാണ്. 221 എക്സിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തൊരു 500 രൂപ കിട്ടിയിട്ടുണ്ട്. ഹെഡ്ജ് ചെയ്ത രീതിയിൽ ഒരു 500 രൂപയോളം നമുക്ക് സിയിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ താഴത്തോട്ട് പോയപ്പോഴത്തേക്കും ഹെഡ്ജ് ചെയ്ത്. ഇത് ആദ്യത്തെ റിജക്ഷനാണ്. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടുള്ള വിഷയങ്ങൾ മാത്രം. അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടിയത് നമ്മളുടെ പരിപാടിയും തീർത്ത് നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ 225 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? ഇനി ഉള്ള മൂവ്മെൻറ്റിന് ഭയങ്കര സ്പീഡായിരിക്കും. 230, 235 വരെ മാർക്കറ്റ് എന്തായാലും വരും. 235 വരെ മാർക്കറ്റ് വരും. 235 മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. അതിനപ്പുറത്തേക്ക് പിന്നെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളല്ല. നമ്മൾ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡിങ്ങിൽ നിന്ന് മാറുക. കഴിഞ്ഞ 15 ദിവസവും ഞാൻ ഫുൾ ടൈം ഇരുന്നിട്ട് ഓരോരോ ട്രേഡുകളൊക്കെ ചെയ്തും വ്യൂ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്കത്ര സ്യൂട്ടല്ല. നമ്മളുടെ സിസ്റ്റം 10 മണിക്ക് കറക്റ്റായിട്ട് 10 മണിക്ക് പ്രോഫിറ്റ് തന്നിറങ്ങുന്ന ശീലമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. ആ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് മാറിപ്പോയി. അപ്പോൾ 235 മുട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡ് ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. അവിടെ മുട്ടി 2200 സംതിങ് ആണ്. അവിടെ സെൽ 2-3 സെല്ല് കൊടുക്കണം. കാരണം 3 ലോട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആ 2500, 500, 3000 രൂപ
എന്നെ സംബന്ധിച്ച് നമ്മുടെ പരിപാടി തീർന്നു. ഇങ്ങനെ കൃത്യമായിട്ട് ഇവിടെ ഇറങ്ങി ഇതിപ്പോൾ മാർക്കറ്റ് മേളിലോട്ട് പോവാം. കാരണം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡൗൺ കണ്ടോ. നമ്മൾ പറഞ്ഞത് SMA താഴെയാണ്, അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. ഇവിടെ 5 മിനിറ്റിൽ ക്രോസ് ഓവറായി. അത് കൃത്യമായിട്ട് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ഇനി സഡൻ ഫാളായിരിക്കും. എന്ന് വെച്ചാൽ ഇതൊക്കെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 22,141 ഇട്ടൊക്കെ 100 വരുള്ളൂ. ഒരു വിധത്തിലാണ് മാർക്കറ്റ് കയറി പോയേക്കണേ. നമ്മൾ അതിനു മുമ്പ് ഈ ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ 22,223 നമ്മൾ എക്സിറ്റ് ആവണേ. മനസ്സിലായോ? നമ്മളത് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ഇത് സപ്പോർട്ടാണ്, ഇവിടെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇങ്ങോട്ട് പോരും, നല്ല രീതിയിൽ പോരും. കാരണം ഒരു കയറ്റി കൊണ്ടുപോയിട്ട് ഒരു സഡൻ ഫാള് നോക്കിക്കേ എവിടെ മാർക്കറ്റ് എത്തിയെന്ന് നോക്കിക്കേ. നൂറിലെ മാർക്കറ്റ് പോകുള്ളൂ. നമ്മളവിടെ ഇറങ്ങാം എന്ന് ചാർട്ടിനോട് വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മളവിടെ ഇറങ്ങിയത്. ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലാണ് മാർക്കറ്റ് പോകത്തുള്ളൂ. ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ട്രേഡിങ്ങാണ്. അതായത് രാവിലെ കുറച്ച് നേരം മാർക്കറ്റ് മുകളിലേക്ക് പോവും, അതിനുശേഷം ഒരു വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കയ്യും കണക്കും ഉണ്ടാവില്ലെന്ന് ഇന്നലെ നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നതാണ്. അത് പഠിക്കുന്നവർക്കേ അതറിയാൻ പറ്റത്തുള്ളൂ ഈ ഒരു ട്രേഡിങ്. ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയാറുണ്ട്, നാറാണത്ത് പ്രാന്തൻ ഉരുട്ടി കൊണ്ടുപോയിട്ട് എന്താണ് താഴത്തേക്ക് ഉരുട്ടിയിടുന്ന പരിപാടി. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 3 ദിവസം കൊണ്ട് കയറിയത് ഒറ്റ ദിവസം കൊണ്ട് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ 22,140 വരെ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ലോക്ക് ചെയ്തിട്ടിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കതൊന്നും വേണ്ട. ഈ കയറ്റമിറക്കലൊക്കെ നമ്മൾ എന്തിനാണ് കാണാൻ നിൽക്കുന്നത്? ഒരു ദിവസം 3,000 രൂപ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്ത 4 ലോട്ട്. ഒരു ലോട്ടിൽ എടുത്തു തുടങ്ങി കൺവേർട്ട് ചെയ്ത് 5 ലോട്ടിലേക്ക് ആക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 230 അല്ലെങ്കിൽ 240 ട്രെയിൽ ചെയ്തിട്ടിട്ട് ലോക്ക് ചെയ്ത് അവിടെ ഇട്ടേക്കുക എന്നുള്ളതാണ്. ഇത് എവിടം വരെയൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്? കണക്കും പ്രകാരം 330 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 260 റെസിസ്റ്റൻസിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഇന്നും നാളെയൊക്കെ കൊണ്ട് 490 വരെ വരാം. എൻ്റെ പഴയ ശൈലി എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഒന്നെങ്കിൽ ഇവിടെ ഇൻട്രാഡേയിലേക്ക് മാറ്റും. ഇൻട്രാഡേയിലേക്കായിരിക്കും ഞാൻ എൻട്രി എടുക്കുന്ന. ഇൻട്രാഡേയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ലോക്ക് ചെയ്തിട്ടിട്ട് ഇട്ടേക്കും, പിന്നെ നോക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ 3:15 ആകുമ്പോഴത്തേക്കും മാസീവായിട്ടുള്ള പ്രോഫിറ്റ് ആയിരിക്കാം. ചിലപ്പോൾ അത് പോയിട്ട് അതിൻ്റെ പറ്റേ പോയിട്ട് തിരിച്ച് താഴെ വന്നിട്ട് തീർന്നിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3,000 റുപ്പീസ് കിട്ടി, അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് മാറി അടുത്ത പരിപാടി നോക്കുക. അങ്ങനെ 20 ദിവസം ചെയ്യുമ്പോൾ 60,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ അറിയാതെ തന്നെ വരും. നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കുകയും ചെയ്യും. 1000 രൂപ പണിക്ക് പോകണമെന്നൊരു വ്യക്തിക്ക് 3,000 രൂപ ഒരു ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അത് നോൺ സ്റ്റോപ്പായിട്ട് പനി വന്നാലും ശരി, ഈ പറഞ്ഞ പോലെ മേലുവേനായിട്ട് കിടന്നാലും ശരി, എന്തായിട്ട് കിടന്നാലും ശരി. അപ്പോൾ അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മുടെ മരണം വരെ നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കിട്ടുന്നതിൽ തൃപ്തിയായിട്ട് പോകാനായിട്ട് നോക്കുക എന്നുള്ളതല്ലാതെ ഇവിടെ വരുന്നവർക്കൊക്കെ ആർത്തി പരവേശം കാണുമ്പോഴാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും, മാർക്കറ്റ് പിടിവിട്ട് പോകും. പക്ഷെ അത് നമ്മൾ കണ്ട് രസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിയിട്ട് ബാക്കി ഒന്നെങ്കിൽ ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി ഇരുന്ന് കളി കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രം. നമ്മൾ അവിടെ രണ്ടാമത് റീ എൻട്രി എടുക്കാനായിട്ട് നിൽക്കരുത്. ദൈവം തരുന്നു, 2 കൈ നീട്ടി സ്വീകരിക്കുന്നു, പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാസീവ് മൂവ്മെൻ്റ് ആയിരിക്കും. പുട്ടം വരെയെങ്കിലും മാർക്കറ്റ് എന്തായാലും വരും, 22,140 വരെയൊക്കെ വരാതെ നിവർത്തിയില്ല. കാരണം നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി പൊക്കത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ മലയുടെ പൊക്കത്തുനിന്ന് ഉരുട്ടിയിടണം. അത് മാസത്തിൽ 4-5 തവണ ഓൾറെഡി ഉള്ളതാണ്. ഇന്നലെ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ രാവിലെ തന്നെ പുട്ടെടുത്ത് വെച്ചിട്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് 2 ലൈനും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്ന ഏര് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു സഡൻ ഫാള് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മൂക്കും കുത്തി താഴത്തോട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്.
അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് കൺസോൾട്ടേഷൻ വരും, കാരണം ഒരു ചെക്കിംഗ് ഏരിയ ആണ്. ഹൈ വോളിയം ഉണ്ടെങ്കിൽ മാത്രമാണ് ദാനം 22,140 മാർക്കറ്റ് വരുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കപ്പോൾ എന്താണ് ബാങ്ക് നിഫ്റ്റിയിലൊന്ന് നോക്കാം. പറഞ്ഞ കാര്യം വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ. നിഫ്റ്റി ബാങ്ക് അപ്പോൾ നിഫ്റ്റി ബാങ്കിലും വന്നില്ലേ. അപ്പോൾ പിയിൽ എന്തായിരുന്നു അവസ്ഥ? $137 $196 വരെ. ഈ 196 ഇപ്പോൾ ഈ കൺസോൾട്ടേഷൻ സോണ ഇവിടെ നിന്നൊരു ബ്രേക്ക് ചെയ്താൽ സിംഗിൾ ക്യാൻഡിലാണ് സാധനം, അല്ല ഡബിൾ ക്യാൻഡിലാണ് സാധനം 271 വരെ പോകുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയുടെ വ്യൂ അവിടെ അതുപോലെ നടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നിഫ്റ്റിയുടെ അവിടെ നടക്കട്ടെ. ചെറിയൊരു കൺസോൾട്ടേഷൻ എന്തായാലും വരും. അപ്പോൾ എനിവേ മാർക്കറ്റിൻ്റെ വഴിക്ക് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെ. അല്ല പിന്നെ നമുക്ക് ഒരു 10:15 വരെയൊക്കെ നോക്കാം, ഇവിടം വരെ വരുമോ എന്നുള്ള കാര്യം നോക്കാം. വിട്ടേ സാധനം പോരത്തുള്ളൂ. $284 അടുത്ത കൺസോൾട്ടേഷൻ സോൺ 330 50 പോയിന്റ് കൂടെ. ഇപ്പോൾ ഈ ഒരു വയലറ്റ് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അവിടുത്തെ ഒരു ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്കാൻ 330 പോരും. RSI ക്രോസ് ഓവറാണ്, നമ്മളെടുത്തത് ഏറ്റവും താഴത്തുനിന്നാണ്. 340 400 ട്രിഗർ പ്രൈസ് കിടപ്പുണ്ട്. ഫ്യൂച്ചറിൽ ഇപ്പോഴാണ് SMA ടച്ച് ചെയ്തത് കേട്ടോ, 30 മിനിറ്റിൽ. ഫ്യൂച്ചറിൽ 5 മിനിറ്റിൽ 22,252 നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് വന്നത്. $303 ആലോചിച്ച് നോക്കണം. 230 നിന്നാണ് 306 മാർക്കറ്റ് പോയത്. അപ്പം നിങ്ങൾക്ക് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവാം, ഈ നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് ഓരോരുത്തരുടെ സംശയമാണ്. ഇത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ PNL കാണിച്ചുകൂടെ എന്ന് ചോദിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. പിന്നെ സെക്കൻഡ് ചെയ്യാവുന്ന കാര്യം, 10 ലോട്ടാണെങ്കിൽ അവിടെ 5 ലോട്ടിൽ ഇറങ്ങാം. എവിടെ 230 അതായത് ഇപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ഇങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ നമുക്ക് 20 ലോട്ട് എടുക്കാം. വേണ്ട, 10 ലോട്ട് എടുത്തിട്ട് 5 ലോട്ട് വിറ്റിട്ട് ബാക്കി 5 അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അവിടെ ഇട്ടേക്കാമെന്ന് വിചാരിക്കണം വൈകിട്ട് വരെ. എൻ്റെ മെയിൻ സെനാരിയോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എടുത്തിട്ട് ലോക്ക് ചെയ്തിടുക. അപ്പോൾ 54 മിനിറ്റ് മാക്സിമം 1.25 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ് ചെയ്യാം, കാരണം ഇപ്പോൾ നമ്മളിവിടെ ആദ്യമേ ഇറങ്ങി, അല്ലെങ്കിൽ അവിടെ പകുതി ലോട്ട് കൊടുത്തു, അതിനുശേഷം അവിടെ ലോക്ക് ചെയ്തിട്ടു. ഇനി 240 അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെത് ഓൾറെഡി ലോസ് ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നങ്ങളില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ ആ ക്രോസ് ഓവറിൽ നമുക്ക് ഇറങ്ങാം. അതായത് 340 ഇറങ്ങാം. ദെൻ അവിടെ നിന്ന് റീടെസ്റ്റ് അടിച്ചിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ പിന്നെയും നമുക്ക് കയറാം. അങ്ങനെ കലാപരിപാടികൾ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഇങ്ങനത്തെ മാർക്കറ്റ് ഒരു മാസത്തിൽ 4-5 തവണ കൺഫേം ആയിട്ടും വരും.
മെയിൻ എൻ്റെ ഫോക്കസ് ഈ ഒരു മാർക്കറ്റാണ്. ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഒരു 100 പോയിൻറ്റിന് മേലെയുള്ള മൂവ്മെൻ്റാണ് എൻ്റെ ഫോക്കസ്. അതായത് ഡെയിലി 10 പോയിൻ്റ് ലോക്ക് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ മാസത്തിൽ 4 തവണ 100 പോയിൻറ്റ് 150 പോയിൻ്റ് മേലെ എന്തായാലും നമുക്ക് കിട്ടും. നമ്മുടെ എൻട്രി ഒന്ന് നോക്കണം. ആദ്യത്തെ ഒരു എൻട്രി എടുത്തു, അപ്പുറത്ത് ഹെഡ്ജ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തു. സെക്കൻഡ് ഇവിടെ 183 നിന്നാണ് എടുത്തത്. 183, 283, 305, 100 പോയിൻ്റാണ് ഓൾമോസ്റ്റ് മൂവപ്പ് ആയിരിക്കണേ. RSI 50ലേക്ക് പോരട്ടെ. നമ്മൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ ഉണ്ട് ഈ 21,157ലേക്ക്. എന്തിനാണല്ലോ നമ്മൾ ഇത്ര വിശദീകരിച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്തിനാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്നും പഠിക്കാനായിട്ട് ശ്രമിക്കില്ല. നമ്മൾ ആൾക്കാരെ നന്നാക്കാം എന്നുള്ളൊരു തോന്നൽ ഉള്ളത് കൊണ്ടും മാത്രമാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇതൊക്കെ ഒന്നും വേണ്ടല്ലോ, മിണ്ടാതിരുന്ന് ഇതങ്ങ് ചെയ്താൽ പോരെ. ആവറേജ് പഠിക്കാനായിട്ട് എത്ര പേര് വരും? മാക്സിമം പോയാൽ ഒരു 10 പേര് ഒരു മാസം പഠിക്കാൻ വന്നാലായി. ആവറേജ് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം പറയാം. ഇപ്പോൾ ഏകദേശം 220 പേര് ഓൾറെഡി എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആവറേജ് കൂട്ടാമല്ലോ. 220 ഡിവൈഡഡ് ബൈ ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോൾ 12 മാസം. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് 14 ഡിവൈഡഡ് ബൈ 14, 15 പേര് ആവറേജ് കൂട്ടിയാൽ മതി. ഈ മാസത്തിൽ 4 ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. മാസത്തിൽ 4 ട്രേഡ് 400 പോയിന്റ്. അപ്പോൾ വേണ്ട, നിങ്ങളൊരു 30 പോയിന്റ് വെച്ചിട്ട് ഇതവിടെ റൺ ചെയ്തോട്ടെ. നമ്മുടെ 22,141 ടാർഗറ്റ്. അതവിടെ നടക്കട്ടെ. അപ്പോൾ ഒരു 30 പോയിന്റ് വെച്ചിട്ട് 15 ദിവസം ലോസ്. 30 × 15, 450 പോയിന്റ് ലോസ്. അപ്പോൾ ബാക്കി 5 ട്രേഡ്. അപ്പോൾ 5 ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു 150 പോയിന്റ് വെച്ച് കൂട്ടും മിനിമം. ചിലത് 200 വരെയൊക്കെ പോകും. ഇൻറ്റു 5 ട്രേഡ് അപ്പോൾ 750. അപ്പോൾ മൈനസ് എത്രയായി? 450 കൂട്ടുമ്പോൾ 300 പോയിന്റ്. 300 പോയിന്റ് ഇൻറ്റു 25 വെച്ച് തന്നെ കൂട്ടിയാൽ മതി. 7,500. അത് 5 ലോട്ടിലാണെങ്കിലോ 37,500. 10 ലോട്ടിലാണെങ്കിലോ 75,000. അതായത് 15 ദിവസം ലോസ് ആണെങ്കിലും 30 പോയിന്റ് വെച്ചിട്ട് 15 ദിവസം ലോസ് ആണെങ്കിലും ബാക്കി ഈ പറഞ്ഞ 5 ദിവസം കൊണ്ട് നമുക്കൊരു 100 പോയിന്റ് ആവറേജ്, ചിലത് 150 പോയിന്റ് ഒക്കെ കിട്ടും. ഇപ്പം ഇന്നത്തെ നമുക്ക് നോക്കാം എത്ര പോയിന്റ് വരെ കയറും നോക്കാം. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 22,141. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് 21,140. അതിപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ആവാം, അത് പ്രശ്നങ്ങളൊന്നുമല്ല. RSI സ്റ്റിൽ 5 മിനിറ്റിൽ ക്രോസ് ഓവറാണ്. ഇത് മാക്സിമം അവിടെ കെട്ടക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ 200 എത്ര പോയിൻ്റാണ് നമ്മൾ ഓൾറെഡി രാവിലെ മെൻഷൻ ചെയ്തത്? 230 പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റാണ് അപ്പ് ആൻഡ് ഡൗൺ നമ്മളിന്ന് പ്രതീക്ഷിച്ചത്. -28 പോയിന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ പോയിട്ടാട്ടോ പിന്നെ താഴത്തേക്ക് വന്നേക്കണേ. അതും കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല. എന്തായാലും നമുക്ക് നോക്കാം. 1 മണിക്കൂറായി. ഒരു 1.25 മണിക്കൂറിൽ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? 15 ദിവസം ലോസ് ആണെങ്കിലും നമുക്ക് ബാക്കിയുള്ള ദിവസം പ്രോഫിറ്റ് 4 ട്രേഡ് കിട്ടിയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. ഏകദേശം 22,140 എത്തട്ടെ. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ 22,190.40. ഓപ്പൺ ഹൈ 22,191 പോയിട്ടുണ്ട്. അപ്പോൾ വലിയ വിഷയമില്ല. കാരണം അവിടെ വിക്കില്ല ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഡോജി ക്യാൻഡിലാണ് ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോരുന്നത്. അപ്പോൾ അത് 22,140 നമ്മുടെ ഫൈനൽ
ആ ഒരു ഡെസ്റ്റിനേഷൻ. കാരണം സ്റ്റാൻഡ് വിട്ട് കഴിഞ്ഞാൽ അടുത്ത സ്റ്റാൻഡിട്ട് വരണം. അതിപ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സ് പോയിട്ടാണെങ്കിലും തിരിച്ച് സ്റ്റാൻഡിട്ട് വരണം. 5 മിനിറ്റ് ക്രോസ് ഓവർ. അതിൻ്റെ ഇടയ്ക്ക് എന്ത് റെഡ് കണ്ടാലും നമ്മൾ വെറുതെ പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് 22,230 എന്നുള്ള ആ ഒരു ലെവല് ഓൾമോസ്റ്റ് ടച്ച്ഡ് ആണ്. കാരണം നമ്മൾ ഹോൾഡ് ചെയ്തു, ഡൗൺ വന്നു, ഗ്രീൻ ലൈൻ അടുത്തതിൽ ടച്ച് ചെയ്തു, വാനിഷ് ആക്കി. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ എഗെയിൻ ആ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് എന്ത് മാർക്കറ്റ് അടുത്ത 21,185 എന്നുള്ള ഒരു ലെവൽ പ്രീവിയസ് ആയിട്ട് കിടപ്പുണ്ട്, അങ്ങോട്ട് മാർക്കറ്റ് വരും. അതും കഴിഞ്ഞാൽ 22,140 വരും. അതും കഴിഞ്ഞാൽ 22,072 വരും. അപ്പോൾ ഒരു നല്ല ഫെയർ, അതായത് ഒരു ബ്രേക്ക് ഔട്ട് ഹൈ വോളിയം ക്യാൻഡിൽ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസിലേക്കാണ് മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ ഫാളായാൽ ഒരു സഡൻ ഫാളായിരിക്കും 22,140 ഇട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായി, ഇപ്പോൾ ഇവിടെ 340 വന്നിട്ട് ഈ അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ 340 പറ്റയാണെങ്കിൽ ഒന്നെങ്കിൽ 340 നമുക്ക് 340 എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് നമ്മളിവിടെ ഒരു ട്രെയിൽ ചെയ്ത് വെച്ചു. ആ ട്രെയിൽ ചെയ്തിട്ട് മാർക്കറ്റ് ഈ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത ട്രെയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 280 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്യാം. അപ്പോൾ 24 പോയിൻറ്റിൻ്റെ മൂവപ്പ് ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ കാര്യമാക്കരുത്. 10 പോയിൻ്റ് ആഗ്രഹിച്ച് വരുമ്പോൾ നമുക്ക് 200 തൊട്ട് 283 വരെ ഉള്ള മൂവ്മെൻ്റാണ് കിട്ടിയത്. അതായത് 83 പോയിൻ്റ് ഇവിടെയും കിട്ടി. നമുക്ക് ആ സിയിൽ ഒരു 20 പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി 100 പോയിൻ്റ് നമ്മളുടെ റണ്ണിങ് ആണ്. അപ്പോൾ RSI ഒരു പാത്ത് വേയിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി 340 ചിലപ്പോൾ എത്തില്ല, ചിലപ്പോൾ ഒരു 335 അല്ലെങ്കിൽ ഒരു 339. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 336, 348 ആ റേഞ്ചിലേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രോസ് ഓവർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി ഇറങ്ങാനായിട്ട് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന പ്ലേസ് ഏതാ? ഒന്നെങ്കിൽ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന 280 ഇറങ്ങണം, അതല്ലാന്നുണ്ടെങ്കിൽ 300 ഇറങ്ങണം. അപ്പോൾ അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 3 മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്തപ്പോൾ ഒരു കർവ് വന്നിട്ടുണ്ട്. അപ്പോൾ 280 സേഫാണ്. 2 മിനിറ്റിലേക്കാവുമ്പോൾ എന്താ, റെഡിലേക്ക് ഓൾറെഡി കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് നോക്കുമ്പോൾ 290, 283 സേഫാണ്. അപ്പോൾ പിന്നെന്താ, 1 മിനിറ്റിലേക്ക് നോക്കണം. 1 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ എന്താ, 302 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെയും 290 തന്നെ ഒരു സേഫാണ്. എഗെയിൻ അല്ലെങ്കിൽ ഇവിടെ സേഫായിട്ട് നമുക്ക് എക്സിറ്റ് ആയിട്ട് 320 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഒരു എൻട്രി എടുക്കാം. അതായത് ഇവിടെ എക്സിറ്റ് ആയി എന്ന് വിചാരിച്ചു, 315 എക്സിറ്റ് ആയി. ഈ താഴത്തോട്ടുള്ള 10, 15, 20 പോയിൻ്റ് ലോക്ക് ചെയ്യണതിൽ നല്ലത് ഇവിടെ ഇറങ്ങിയതിന് ശേഷം അത് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു 10 പോയിൻ്റ് ഇട്ടിട്ട് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ 10 പോയിൻ്റ് അവിടെ ഇട്ടിട്ട് എക്സിറ്റ് ആവാം. കാരണം മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ആവാനുള്ള ചാൻസ് ഇനിയും കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ RSI 1 മിനിറ്റിൽ ഡൗണിലാണ് നിൽക്കുന്നത്. അത് തിരിച്ച് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 335 പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ എൻട്രി എവിടെയായിരുന്നു? ആദ്യത്തെ എൻട്രി നമ്മൾ ഇവിടെ ചെയ്തു. സെക്കൻഡ് എൻട്രി ഡൗണിലേക്ക് പോയപ്പോൾ നമ്മൾ സിയിൽ 10-20 പോയിൻ്റ് എടുത്തു. അതായത് ഈ താഴത്തോട്ടുള്ള കംപ്ലീറ്റ് സിയിൽ എടുത്തിട്ടാണ് പിന്നെ സെക്കൻഡ് നമ്മൾ ഇവിടെ നിന്ന് ആവറേജ് ചെയ്ത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും 190 മുതൽ എവിടം വരെ കിട്ടിയിട്ടുണ്ട്, 298. ഈസി 100 പോയിൻ്റ് റൈഡ്. പക്ഷേ മാർക്കറ്റ് തീരാറായിട്ടില്ല. ഈ RSI ക്രോസ് ഓവർ മേളിലോട്ട് വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് അങ്ങോട്ട് പോകും, 340 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കേണ്ടത്, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും കയറേണ്ടത്.
200 മുതൽ 315 വരെ. വെയിറ്റ് ഫോർ നെക്സ്റ്റ് ടാർഗറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ 330 എന്നുള്ള ഒരു ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിലവിലെ ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 332 ആണ്. 330ൽ അത് എക്സിറ്റഡ് ആണ്. ഇനി 330 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. കുറച്ചും കൂടെ ഒന്ന് വരാനുണ്ട്, ചെറിയൊരു മൂവ് കൂടെ വരാനുണ്ട്. അത് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ബാക്കിയുള്ള സ്റ്റെപ്പ് ബൈ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്രയും വരെ ആയ സ്ഥിതിക്ക് നമ്മളത് ഇവിടം വരെ എത്തും എന്നും പറഞ്ഞുകൊണ്ട് ലോസ് ആക്കുന്നതിൽ അർത്ഥമില്ല. 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഇവിടം വരെ വരും, വരാതെ ഒന്നും ഇരിക്കത്തില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഗ്രീൻ വരിക ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇത് എപ്പോൾ ക്രോസ് ഓവർ ആവുന്ന അവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതിപ്പോൾ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈ ഒരു സെനാരിയോ കണ്ടിന്യൂസ് ഫോളോ ചെയ്താൽ തന്നെ, ഞാനീ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഫോളോ ചെയ്താൽ തന്നെ 15 ദിവസം ലോസ് ആണെങ്കിലും ബാക്കി 5 ദിവസം മതി പ്രോഫിറ്റബിളിലേക്ക് ആവാനായിട്ട്. എൻ്റെ മെജോറിറ്റി ഫോക്കസ് ഇങ്ങനെയാണ്. ഇത് കാണുമ്പോഴേ നമുക്കറിയാം, ഇവിടെ നിന്ന് ഈ പോയേക്കണ പോക്ക് കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റും മാർക്കറ്റ് ഡൗണിലേക്ക് വരും. അത് എവിടെ വരും, എവിടെ നിന്ന് വരും. ഇവിടെ നിന്ന് ഡൗൺ എടുത്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺ എടുത്തിട്ട് കാര്യമുണ്ട്, അങ്ങനെയില്ല. അത് വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായി അത് പഠിക്കണം. ഇങ്ങനൊരു ഡൗൺ വരും എന്നുള്ള കാര്യങ്ങൾ അത് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ. അത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്കറ്റ് താഴത്തോട്ട് പോരും. 22,139 മുട്ടും നമ്മുടെ ലൈവ് അതോടെ വൈൻഡപ്പ് ചെയ്യും. ലാവിഷാണ്, ഒരു പ്രശ്നങ്ങളുമില്ല. 39,40 17 പോയിൻറ്റും കൂടെ മതി. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ 2 ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് ഇപ്പോൾ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പിൻബാർ ഫോം ചെയ്താലും മതി, വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പം അത് ബേസ് ചെയ്ത് ഏതാണ്ട് ഈ 330 തന്നെ തീരാനേ വിധിയുള്ളൂ. വലിയ ഇതൊന്നും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഇല്ല. 332 എഗെയിൻ വന്നിട്ടുണ്ട്. പോരട്ടെ. വീണ്ടും 332 ഹിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒരു പിൻബാറാണ്, അതൊരു മോശം മൂവ്മെൻറ്റുള്ള സാഹചര്യത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് സിയുടെ കാര്യം എന്താണെന്നൊന്ന് നോക്കാം. ജസ്റ്റ് സിയിൽ കറക്റ്റ് 120 എന്നുള്ള ഭാഗത്താണ് പിൻബാർ വിത്ത് സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ നിന്ന് ലോവിലേക്ക് പോയാൽ 82ലേക്ക് പോകും. 116 ഒരു 10 പോയിൻ്റ് സിംഗിൾ ലോട്ട് ഇട്ടാലും വലിയ വിഷയങ്ങളൊന്നും വരാനില്ല. അതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന കേസേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് 104, എൻട്രി 118. വീഴാതിരിക്കത്തില്ല, വെറുതെ റിസ്ക്കാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം അവിടെ ഒരു സാധനം നിൽക്കുന്നതുകൊണ്ട് എനിക്കത്ര സുഖമായിട്ട് തോന്നണില്ല. കാരണം എനിവേ നമ്മൾ 10:36 നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഇട്ട ചാർട്ട് നമുക്കിട്ട് പണി തരും. നമ്മളിവിടെ റീസെൻ്റായിട്ട് പരിപാടി നിർത്തും. 332 10-100 രൂപയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. എൻ്റെ മെജോറിറ്റി എൻ്റെ ഒരു കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഇത് തിരിച്ച് കയറണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. അത് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് 115 വലിയ തരക്കേടില്ലാത്ത സ്ട്രൈക്ക് പ്രൈസാണ്. 5 മിനിറ്റിന് വരെ 2 മിനിറ്റിലൊരു കൺഫർമേഷൻ എടുക്കാം. ലോ
റെക്കോർഡ് സ്റ്റേജിലാണ്. പിൻബാറാണ് താഴത്ത് 104 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അത് എന്തെങ്കിലും ആവട്ടെ, നമ്മളിപ്പോൾ ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഇനി ആർത്തി പിടിക്കുന്നത് ശരിയല്ല. ചാർട്ട് എന്തോ പറഞ്ഞ പോലെ മതിയായില്ലേ, നിനക്ക് ആവശ്യത്തിന് തന്നില്ലേ, ഇനി എന്തിനാണ് ഇവിടെ ഇരിക്കണം, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ അഭിപ്രായം മനസ്സിലായി. അപ്പോൾ കൂടുതൽ അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി വിളിക്കാം, പഠിക്കാം. ഇതേപോലെ ലൈവിൽ ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ടെൻഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 21 പേരൊരു ടീമാണ് ഫോം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ ഇന്ന് വന്നു നാളെ പോയി 15 ദിവസം 50 പോയിൻ്റ് വെച്ചിട്ട് ലോസ് ആണെങ്കിലും സഹിക്കാൻ കേപ്പബിലിറ്റി ഉള്ളവർ മാത്രം 21 ദിവസത്തെ ടീമിലേക്ക് വന്നാൽ മതി. ഫോക്കസ് ഇതേപോലെ റൈഡ് ചെയ്യുന്ന 5 ദിവസമായിരിക്കും നമ്മുടെ. കണ്ടിന്യൂസ് ആയിട്ട് പറയണം, ഒരു ഫുൾ ടൈം ട്രേഡറായിട്ട് ഫുൾ ടൈം ഇരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. പാർട്ട് ടൈം ആയിട്ടുള്ളവർക്ക് രാവിലത്തെ ലൈവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ അങ്ങ് പോകാം. ഫുൾ ടൈം ട്രേഡിങ് ഫുൾ ടൈം ഇരിക്കണം, ഡിസിപ്ലിൻ ആയിരിക്കണം. ലോസ് വന്നാൽ പേടിക്കാൻ പാടില്ല. ഇടക്കിടക്ക് അവിടെ ഗസ്റ്റ് വന്നു ഇവിടെ വന്നു എന്നും പറഞ്ഞിട്ട് പോകാൻ പാടില്ല. നമ്മുടെ ലൈവ് ഗ്രൂപ്പ് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സ്ഥിരം മെമ്പേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. 21 പേരുടെ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന, ഒരു 1 ഇയറൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്ന 21 പേരെയാണ് ആവശ്യം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ, നന്നായിട്ട് ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.